Hello, welcome back to our YouTube channel. This is George and Tanima. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻഡോർ നമ്മുടെ വീടിന്റെ അകത്ത് നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് ഒരു കപ്പിൾ ചാലഞ്ച് ആണ്. യെസ്, ചലഞ്ച് വീഡിയോയാണ്. എനിക്ക് ജയിക്കാൻ പിന്നെയും അവസരങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഈ തവണ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ് പരിപാടി? ഇന്നത്തെ പരിപാടി എന്താന്ന് പറയില്ല, കാണിച്ചു തരാം. റെഡിയാണോ? ഇത്രയൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്താണെന്ന്. യു ആർ റൈറ്റ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം ആണ് അല്ലെങ്കിൽ ചലഞ്ച് ആണ് മാഗി ഫ്ലേവർ ഗസ്സിംഗ് ചലഞ്ച്. ഓക്കെ, എന്താണ് ഈ ചലഞ്ചിനെ കുറിച്ചുള്ള അഭിപ്രായം? ഈ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാഗി ആക്ച്വലി ഞങ്ങൾ ഇടയ്ക്ക് കഴിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ നമ്മൾ ഇത്രയും ഫ്ലേവേഴ്സ് ഒന്നും ഇതുവരെ ട്രൈ ചെയ്തില്ല. ഇതിനകത്ത് പല ഫ്ലേവേഴ്സും ഞങ്ങൾക്ക് പുതിയതാണ്, ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താവും അറിയില്ല, നമുക്ക് നോക്കാം. അപ്പം പക്ഷെ മാഗി ഇവിടെ സ്ഥിരം മേടിക്കുന്നതാണ്. മാഗിയുടെ ഏതൊക്കെ ഫ്ലേവർ ആണ് മേടിക്കുന്നത്? ഞങ്ങൾ മോസ്റ്റ്ലി ചിക്കൻ ഒക്കെ തന്നെയാണ്. അതെ, ചിക്കനും വെജിറ്റബിളും ആണ് ഇവിടെ സ്ഥിരം മേടിക്കുന്നത്. വളരെ ഞങ്ങൾക്ക് കുറച്ച് പുതിയ ഫ്ലവേഴ്സ് ട്രൈ ചെയ്യാനും കൂടെ ഉള്ള അവസരമാണ്. അതെ, ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇത് മേടിച്ചു തുടങ്ങാം. അപ്പൊ എന്തായാലും നമ്മൾ ഇത് കളിക്കാൻ പോകുന്ന ഗെയിം മാഗി ഫ്ലേവർ ടെസ്റ്റിംഗ് ചലഞ്ച് ആണ്. അപ്പൊ നമ്മൾ ഈ എന്താ ചെയ്യുന്നതെന്ന് അറിയാലോ, ഇതെല്ലാരും ഇവര് നമ്മൾ കുക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് ഒരാളെ ബ്ലൈൻഡ് ഫോൾഡ് ആക്കും, മറ്റേ ആൾ ഇങ്ങനെ കൊടുക്കും. കഴിച്ചിട്ട് ഏത് ഫ്ലേവർ ആണ് ഗസ് ചെയ്യണം. വളരെ സിമ്പിൾ ആണ് ചലഞ്ച്, നമുക്ക് കളിച്ചു നോക്കാം. ഇവർ ഇങ്ങനെ ഇരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ ഇവര് കഴിക്കാൻ പറ്റുന്ന ഫോമിലാക്കിയിട്ട് നമുക്ക് വരാം. സോ കം ഓൺ. ന്യൂഡിൽസ് എല്ലാം ഇവിടെ റെഡിയാണ്, കഴിക്കാൻ ഞങ്ങൾ റെഡിയാണ്, കാണാൻ നിങ്ങൾ റെഡിയാണ്. പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? തുടങ്ങാം. ഇതിന്റെ ഇടയിൽ നമ്മളിത് കുക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നപ്പോ ചിലരിങ്ങനെ മണമൊക്കെ പിടിച്ച് നന്നായിട്ട് ഫ്ലേവർ ഒക്കെ ഗസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും നടക്കില്ല. ആരാണ് കുക്ക് ചെയ്തത് അവർക്ക് ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇത് എന്നോട് ഞാൻ ആദ്യത്തെ കുക്ക് ചെയ്തോണ്ടിരുന്നപ്പോ അങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു എന്നാ കുക്ക് ചെയ്തോ, കുഴപ്പമില്ല. അപ്പൊ എന്താ അത് വേണ്ട, അത് നീ കുക്ക് ചെയ്തോ. അപ്പൊ ഓപ്ഷൻ ഏറ്റെടുക്കാനുള്ളതാണ്, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നോക്കാം. അതെ, എന്തായാലും നോക്കാം. ഇതിന്റെ അകത്ത് സത്യം പറഞ്ഞു ചിക്കന് മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. ചിക്കൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു. കഴിക്കുമ്പോ ചിക്കൻ്റെ കഴിക്കാറ്. ചിക്കൻ അല്ല വെജിറ്റബിൾ. അപ്പൊ നമ്മളിത് എന്താ പറയുന്നത്, ഇവിടെ ഗ്ലാസ് വെള്ളം ഉണ്ട്. എനിക്ക് കടയ്ക്ക് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം റെഡിയാണ്. കണ്ണു കെട്ടാനായിട്ട് തുണി റെഡിയാണ്. സോ നമുക്ക് തുടങ്ങാം. പിന്നെ നല്ല വിശപ്പുണ്ട്. അതെ, ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. കാരണം ഇത്രയും വേസ്റ്റ് ആക്കരുതല്ലോ എന്ന് ഓർത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോ എന്തായാലും ഉച്ചയ്ക്ക് കഴിക്കാന്ന് ഓർത്താണ് തുടങ്ങിയത്. പക്ഷെ ഉണ്ടാക്കി ഷൂട്ട് ചെയ്തൊക്കെ വന്നപ്പോ വൈകുന്നേരമായി, അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. താങ്കളല്ലേ ആദ്യം കണ്ണു കെട്ടുന്നത്. അപ്പൊ നമ്മളെ കണ്ണു കെട്ടിയ ചേട്ടൻ ഇവിടെ റെഡിയാണ്, കഴിക്കാൻ റെഡിയാണോ? കഴിക്കാൻ റെഡിയാണ്. ഇത് എത്രയാ? അത് 2. അപ്പൊ നമുക്ക് കൊടുത്തു തുടങ്ങാം. റെഡിയാണോ? റെഡിയാണ്. ഏത് ഫ്ലേവറാണ് അതിന്റെ? അതാ നിങ്ങളാണ് പറയുന്നത് കേട്ടാ. ഓക്കെ, സോ ഈ ഫ്ലേവർ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. രൂപം ശരിയാണെങ്കിൽ നമ്മൾ സ്ഥിരം കഴിക്കാറുള്ള ചിക്കൻ ഫ്ലേവറാണ് അല്ലേ? കറക്റ്റ് ആണ്. ചിക്കൻ ആണ്. ഓക്കെ, അപ്പോൾ point 1. ഓക്കെ, 1 points. നമുക്കിനി അടുത്ത ഫ്ലേവർ കൊടുക്കാം. ഇനിയിപ്പോ അടുത്ത കൊടുക്കാൻ പോകുന്നത് ഇതാണ്. നല്ല എരിവുണ്ട്, അതുകൊണ്ട് വളരെ ഈസിയായിട്ട് തന്നെ ഞാൻ പറയുന്നു ഇതായിരിക്കും. ഹോട്ട് ആൻഡ് സ്പൈസി ആയിരിക്കും വിചാരിക്കുന്നു. കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഫ്ലേവർ കൊടുക്കാം. ഇതാണ് ഞാൻ കൊടുക്കാൻ പോകുന്ന ഫ്ലേവർ. വെള്ളം വാങ്ങിച്ചില്ല. വെള്ളം വേണമെന്നില്ല, എന്നാലും തന്നേര്. ഫ്ലേവർ മാറിപ്പോകട്ടെ. ഇദ്ദേഹത്തിന് നമ്മൾ 2 റൗണ്ട് കളിച്ചു, 2 പോയിന്റ്സ് കിട്ടി. നോട്ട് ബാഡ്. Okay, next one.
എനിക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല എങ്കിലും ഞാന് ഫ്രൈഡ് നൂഡിൽസ് എന്നാണ് തോന്നുന്നത്. അതാണ് എന്റെ ഗസ്. ഫ്രൈഡ് നൂഡിൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. And it's wrong. അത് പറയില്ല, അത് പറയുന്നതല്ല. So moving on to the next flavor, and that is this. ഇതാണ് ടോമിയം. അല്ലേ? അതെന്താന്ന് പറയട്ടെ, അതിന് ഒരു വേറെ സ്മെല്ലാണ്. വായിലേക്ക് മനസ്സിലാവും. അപ്പൊ ഇത് എന്റെ മൂന്നാമത്തെ ശരിയായിട്ടുണ്ട്. ഏതാണ് തെറ്റി? ഞാൻ ഒരെണ്ണം അക്ഷരം മറന്നു. ഇതാണ് നമ്മളുടെ അടുത്ത ഫ്ലേവർ. ഓക്കെ, അപ്പൊ ഈ ഒരെണ്ണം തെറ്റോട് ഇനി ഒരെണ്ണം തെറ്റാൻ സാധ്യതയുണ്ട്. Here you go. It's biryani. Right. How come you know that? Okay, ഇതാണ് നമ്മളുടെ അടുത്ത ഫ്ലേവർ. അതെ. ഓക്കെ, ഇത് കറി ഫ്ലേവർ ആണെന്ന് ഞാൻ ഗസ് ചെയ്യുന്നു. ആണ്. Okay, again. Wrong. You are wrong. It's fried noodles. Okay, അപ്പൊ നമ്മളുടെ ഗെയിം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. And he scored 4 points. Yeah. Okay? Okay. നോക്കാം. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് എന്റെ ഊഴമാണ്. ഞാൻ എന്തൊക്കെ പറയുന്നത്, പക്ഷെ ഞാൻ ഫോർക്കൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് പിന്നെ തന്നത്. ചീറ്റിംഗ് പാടില്ല, നിങ്ങൾ ശ്രദ്ധിച്ചോളാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവുകയാണ്. ഇത് തനിമയുടെ ചാൻസുകളാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന ഫ്ലേവർ നിങ്ങളെ കാണിച്ചു തരാം. ഗസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പറഞ്ഞോളൂ. ഒരെണ്ണം ഉറപ്പിച്ചു പറ. കറി എന്ന് പറഞ്ഞാൽ ബിരിയാണി പറയും. അതിൽ ഒരെണ്ണം ഉറപ്പിച്ച് ഉറക്കെ പറയുക. അതോടുകൂടി നമ്മൾ ഇത് ഉറപ്പിക്കും. കറി പറഞ്ഞിരിക്കുകയാണ്. കറിയാണ് ഉറപ്പിച്ചു പറയുക. ഉറപ്പാണോ? കമ്പ്യൂട്ടറിനോട് ചോദിക്കണം. ഓക്കെ, അപ്പോൾ ആ ഉത്തരം തെറ്റാണ് എന്ന് പറയുന്നില്ല. ശരിയാണ്. നമ്മൾ അടുത്തത് ചൂസ് ചെയ്തു. അപ്പൊ അടുത്ത് ഞാൻ ചൂസ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഓക്കെ, here you go. ഏത് ഉത്തരവാണോ ഉറപ്പിച്ച് ഒറ്റ പ്രാവശ്യം പറയുക. ഓക്കെ, ഫ്രൈഡ് നൂഡിൽസ് എന്നാണ് ഗസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതും വളരെ വിജയകരമായി തന്നെ ജയിച്ചു പോയിരിക്കുകയാണ്. അടുത്ത ഫ്ലേവറിലൂടെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇത് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും എന്ന് ഞാൻ ഗസ് ചെയ്യുന്നു. അയ്യേ എന്നൊരു ഫ്ലേവർ ഇവിടെ ഇല്ല. പക്ഷെ ആൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ഉത്തരം അയ്യേ എന്നൊരു ഫ്ലേവർ ആണ്. 2 hours later. ഞാൻ പറഞ്ഞു, കറി ഞാൻ പറഞ്ഞു. ഇത് ബിരിയാണി അല്ല, ഹോട്ട് ആൻഡ് സ്പൈസി അല്ല, ചിക്കൻ നൂഡിൽസ്. ഉറപ്പിക്കാവോ? ഓക്കെ, അപ്പൊ ഉത്തരം ചിക്കൻ നൂഡിൽസ് ഉറപ്പിച്ചിരിക്കുകയാണ്. ജയിച്ചിരിക്കുകയാണ്. അത് സത്യമായി കഴിച്ചത് ടോമിയം കഴിഞ്ഞാൽ ഏറ്റവും മോശം കഴിച്ചത് ഞങ്ങൾ സ്ഥിരം കഴിക്കാറുള്ള ഫ്ലേവർ ആയിരുന്നു. അപ്പൊ അടുത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഫ്ലേവർ നിങ്ങളെ കാണിക്കുകയാണ്. ഓക്കെ, ഈ ഫ്ലേവറിന്റെ പേരാണ് ഇത് കുറച്ച് സ്പീഡിൽ ഗസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബിരിയാണി. ബിരിയാണി. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ബിരിയാണി ഞാനും പെട്ടെന്ന് തന്നെ പറയാം. കാരണം ബിരിയാണിക്ക് ഭയങ്കര ആ ഒരു മസാല പെട്ടെന്ന് നല്ലതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈസിയായിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത മൂവ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി ആകെ 2 എണ്ണം കൂടെ മിച്ചമുള്ളൂ. ഇപ്പം കുറച്ച് നല്ല രീതിയിലാണ് സ്കോർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ ജയിക്കും എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ കൊടുക്കുന്നുണ്ട് കുറച്ച് രണ്ടെണ്ണം മിക്സ് ചെയ്ത് കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നു.
കണ്ടോ സുഹൃത്തുക്കളെ, ചീത്തയാണ് ചീത്ത. അപ്പോൾ അത് മിസ് ചെയ്തു. അപ്പൊ 5 പോയിന്റ് എത്തിയിരിക്കുകയാണ്. പിന്നെ പിടിച്ചോളൂ. അപ്പൊ ഞാൻ ജയിച്ചു. ജയിച്ചു. ഹലോ, ഇനിയുള്ളത് ഹോട്ട് ആൻഡ് സ്പൈസി. പക്ഷെ അത് കഴിക്കണം, കഴിക്കാണ്ട് വിടൂല. അപ്പോൾ ഹോട്ട് ആൻഡ് സ്പൈസി. ഹോട്ട് ആൻഡ് സ്പൈസി ഇതാണ്, നല്ല ഹോട്ട് ആൻഡ് സ്പൈസി. അങ്ങനെ നമ്മൾ 6 എണ്ണവും ഫേസ് ചെയ്ത് കഴിഞ്ഞു. തനിമ 6 പോയിന്റും. ഓക്കെ, സോ അപ്പോ നമ്മളുടെ ഗെയിം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ വളരെ വിജയകരമായി വിജയിച്ചിരിക്കുകയാണ്. നമ്മളുടെ സെക്കൻഡ് ചലഞ്ച് ഞാൻ തന്നെ വിജയിച്ചു. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ കഴിച്ചതില് എനിക്ക് ഇന്ന് കഴിച്ചപ്പോ എനിക്ക് ചിക്കൻ ഇഷ്ടപ്പെട്ടില്ല. ടോമിയം കണ്ടല്ലോ, ഞാൻ അങ്ങനെ കാര്യമായിട്ട് കഴിച്ചില്ല. ബിരിയാണിയോടും എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. എനിക്ക് കറി ഇഷ്ടമായി. ഹോട്ട് ആൻഡ് സ്പൈസി വെറുതെ എരിവിനോട് സ്നേഹിക്കുന്നവർക്ക് കഴിക്കാനേ ഉള്ളൂ. ഒരു ഹോട്ടലുണ്ട്. ഫ്രൈഡ് കുഴപ്പമില്ലായിരുന്നു, കറി ഒരു വെറൈറ്റി ആയിരുന്നു. പിന്നെ നല്ല വിശപ്പുണ്ട്, അത് കാരണം വേഗം മൈൻഡപ്പ് പറയാൻ മനസ്സ് പറയുന്നു. അതെ, അപ്പൊ നമുക്ക് നിർത്താം. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. കാരണം അപ്പൊ നിങ്ങളുടെ ഇടയ്ക്കത്തെ ഒരു 2 നേരത്തെ ഒരു നേരത്തെ ഭക്ഷണമായി കിട്ടും. ചലഞ്ച് നടക്കും. അതെ, ഒരു രസമാണ്. അപ്പൊ എന്തായാലും ഇനി മറ്റൊരു ദിവസം മറ്റൊരു ചലഞ്ചും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ ബൈ. അപ്പോൾ എപ്പോഴും പറയുന്ന കാര്യം സബ്സ്ക്രൈബ് ചെയ്യാനും അതിന്റെ കൂടുതലുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഓക്കെ, അപ്പോൾ സൈനിങ് ഓഫ്, ജോർജ് ആൻഡ് തനിമ. ബൈ ബൈ.